നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പയ്യന്നൂർ എന്ന ഗ്രാമത്തെ ഒന്നടങ്കം നടുക്കിയ ഒരു കൂട്ട ആത്മഹത്യയുടെ വാർത്ത. ഏറെ സ്നേഹിച്ച തന്റെ മക്കളെ ഭാര്യയ്ക്ക് വിട്ടുകൊടുക്കാൻ കോടതി വിധി വന്നപ്പോൾ അതിന് തയ്യാറാകാതിരുന്ന അച്ഛൻ, ഭാര്യയോട് മക്കൾക്ക് നിൽക്കാൻ താല്പര്യമില്ല എന്ന് മനസ്സിലാക്കി അവരുമായി ഈ ലോകത്ത് നിന്നും യാത്ര പറയാമെന്ന് കരുതിയ മകൻ, അവർ പോയി കഴിഞ്ഞാൽ തൻ്റെ അമ്മയ്ക്ക് മറ്റാരുമില്ലല്ലോ എന്ന് കരുതി അമ്മയെയും ഇല്ലാതെയാക്കി. അങ്ങനെ 4 പേരുടെ മരണത്തിൽ നെട്ടലിൽ തന്നെയാണ് ആ നാട് മുഴുവനും. പയ്യന്നൂർ രാമന്തളിയിലെ പാചക തൊഴിലാളിയായ കലാധരന്റെയും അമ്മ ഉഷയുടെയും 2 പിഞ്ചുമക്കളുടെയും കൂട്ട ആത്മഹത്യ രാമന്തള്ളി ഗ്രാമത്തെ അക്ഷരാർത്ഥത്തിൽ കണ്ണീരിലാഴ്ത്തി. സ്വന്തം നാടായ രാമന്തള്ളിയിൽ ഉൾപ്പെടെ പയ്യന്നൂരിലെമ്പാടും വലിയ സൗഹൃദ ബന്ധങ്ങളുള്ള ആളാണ് കലാധരൻ. വളരെ സൗമ്യനും ശാന്ത സ്വഭാവക്കാരനുമായിരുന്നു. നാട്ടുകാർക്കും ഏറെ പ്രിയങ്കരനായിരുന്നു. ഇദ്ദേഹത്തിന് സാമ്പത്തിക പ്രയാസങ്ങളൊന്നും അലട്ടിയിരുന്നില്ല. എന്നാൽ സ്വന്തം ദാമ്പത്യത്തിലെ പൊരുത്തക്കേടുകളും കുടുംബ കലഹവും മനസമാധാനം തകർത്തിരുന്നു. കലാധരനും ഭാര്യ നയൻതാരയുമായി കഴിഞ്ഞ കുറേ മാസങ്ങളായി വേർപിരിഞ്ഞ് ജീവിച്ചു വരികയാണ്. വിവാഹമോചന കേസ് കുടുംബ കോടതിയിൽ നടന്നു വരികയാണ്. 2 കുട്ടികൾ അവധി ദിനങ്ങളിൽ പിതാവിന്റെ കൂടെയായിരുന്നു കഴിഞ്ഞിരുന്നത്. ഭാര്യ നിരന്തരം മക്കളെ വിട്ടുകിട്ടുന്നതിനായി കലാധരനെ വിളിച്ചിരുന്നതായും ബന്ധുക്കൾ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. രാമന്തള്ളി സെൻട്രൽ വടക്കുംപാട് റോഡിന് സമീപത്തെ വീട്ടിലാണ് തിങ്കളാഴ്ച രാത്രി 9:30 മണിയോടെ കുട്ടികൾ ഉൾപ്പെടെ 4 പേരെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പാചക തൊഴിലാളിയായ കൊയ്ത്തട്ട താഴത്തെ വീട്ടിൽ കലാധരൻ എന്ന 36 വയസ്സുകാരൻ, അമ്മ ഉഷ എന്ന 56 വയസ്സുകാരി, മക്കളായ ഹിമ 6, കണ്ണൻ എന്ന 2 വയസ്സുകാരൻ എന്നിവരാണ് വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഉഷയുടെയും ഭർത്താവ് ഓട്ടോറിക്ഷ ഡ്രൈവറുമായ ഉണ്ണികൃഷ്ണൻ വീട്ടിലെത്തിയപ്പോൾ വീട് അടച്ച നിലയിലും വീടിന് മുൻപിൽ കത്ത് എഴുതി വെച്ചതായും കണ്ടു. തുടർന്ന് കത്തുമായി പോലീസ് സ്റ്റേഷനിലെത്തുകയായിരുന്നു. പോലീസ് എത്തി വീട് തുറന്ന് നോക്കിയപ്പോൾ കിടപ്പുമുറിയിൽ ഉഷയെയും കലാധരനെയും തൂങ്ങി മരിച്ച നിലയിലും 2 മക്കൾ നിലത്ത് കമിഴ്ന്നു കിടന്ന് വീണു മരിച്ച നിലയിലുമായിരുന്നു. മക്കൾക്ക് വിഷം കൊടുത്തതിന് ശേഷം കലാധരനും അമ്മയും തൂങ്ങി മരിച്ചതാകാമെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. മൃതദേഹം പരിയാരത്തെ കണ്ണൂർ മെഡിക്കൽ കോളേജ് ആശുപത്രി മോർച്ചറിയിലേക്ക് പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി മാറ്റി. കലാധരന്റെയും കുടുംബത്തിന്റെയും മരണവിവരം അറിഞ്ഞ് രാമന്തള്ളി സെൻട്രൽ വടക്കുംപാട് റോഡിന് സമീപമുള്ള വീട്ടിൽ 100 കണക്കിന് ആളുകളാണ് ഇന്നലെ രാത്രിയിൽ എത്തിയത്. തൊട്ടടുത്ത വീടുകൾ സ്ഥിതി ചെയ്യുന്ന പ്രദേശത്താണ് കൂട്ടമരണം നടന്നത്. ദുരന്തമറിഞ്ഞ കണ്ണീർ വാർക്കുകയാണ് ബന്ധുക്കളായ സ്ത്രീകൾ. കുട്ടികളുടെ കളിചിരികൾ കൺമുൻപിൽ നിന്നും മായുന്നില്ല എന്ന് ഇവർ പറയുന്നു. പയ്യന്നൂരിൽ കൊച്ചുമക്കൾക്ക് വിഷം നൽകിയ ശേഷം അമ്മയും മകനും ജീവനൊടുക്കിയതിൽ കലാധരന്റെ ഭാര്യയ്ക്കെതിരെ കുടുംബം. കോടതി ഉത്തരവ് പ്രകാരം കുട്ടികളെ വിട്ടുകിട്ടാൻ നിരന്തരം ഭാര്യ ആവശ്യപ്പെട്ടു. നിരവധി തവണ പോലീസിൽ പരാതി നൽകി ബുദ്ധിമുട്ടിച്ചുവെന്നും കുടുംബം പരാതിപ്പെടുന്നു. കുട്ടികൾ അച്ഛന്റെ കൂടെ നിൽക്കാനാണ് താല്പര്യപ്പെട്ടത്. അമ്മയോടൊപ്പം കലാധരൻ വിട്ടയച്ചിട്ടും കുട്ടികൾ തിരിച്ചു വന്നു. ഈ പ്രശ്നങ്ങളാണ് ജീവനെടുക്കാൻ കാരണമെന്നും കുടുംബം പറഞ്ഞു. കഴിഞ്ഞ ദിവസം രാത്രിയാണ് രാമന്തള്ളി സെൻട്രൽ വടക്കുംപാട് റോഡിന് സമീപത്തെ കൊയ്ത്തട്ട താഴത്തെ വീട്ടിൽ കലാധരനും അമ്മയും 2 മക്കളും മരിച്ച നിലയിൽ കണ്ടെത്തിയത്. എന്തായാലും ഈ കത്തിൽ എല്ലാം ഉണ്ടായിരുന്നു. മുറിയിലെ മേശയിൽ മദ്യക്കുപ്പിയും കീടനാശിനിയുടെ കുപ്പിയും മുറിയിൽ കുപ്പിപ്പാലും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. പാലിൽ കീടനാശിനി കലർത്തി കുട്ടികൾക്ക് നൽകിയെന്നാണ് പോലീസിന്റെ സംശയം. ജീവനെടുക്കാൻ കാരണം കുടുംബ പ്രശ്നമാണ് എന്ന് പോലീസിന്റെ നിഗമനത്തിൽ പറയുന്നു. ഉഷയുടെ ഭർത്താവാണ് കാര്യങ്ങൾ ആദ്യം കണ്ടതും തൂങ്ങി മരിച്ച കാരണം എന്താണ് എന്ന് വ്യക്തമായി തന്നെ ആ കത്തിലും എഴുതിയിട്ടുണ്ട്. സ്വന്തം നാടായ രാമന്തള്ളി ഉൾപ്പെടെ പയ്യന്നൂരിലെമ്പാടും വലിയ സൗഹൃദ വലയമാണ് കലാധരനുള്ളത്. കലാധരന്റെയും കുടുംബത്തിന്റെയും ആത്മഹത്യയിൽ നടുങ്ങലിൽ ആണ് ഇപ്പോഴും ആ നാട്.